ഇന്ന് പറയാനുള്ളത് എങ്ങനെയാണ് സെല്ല് മൈറ്റോട്ടിക് സൈക്കിളിലേക്ക് അഥവാ ഡിവിഷൻ ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം മൈറ്റോട്ടിക് സൈക്ലിൻ ആണ് മെറ്റാസോമൻസിൽ സൈക്ലിൻ ബിയും അതുപോലെ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് ആണ് CDK1. അപ്പൊ ഈ മൈറ്റോട്ടിക് സൈക്ലിന് ഒരു സെല്ലിന്റെ G1S ട്രാൻസിഷൻ ഫേസ് കഴിഞ്ഞാൽ അഥവാ S ഫേസിലേക്ക് എത്തുമ്പോൾ തന്നെ മൈറ്റോട്ടിക് സൈക്ലിന്റെ സിന്തസിസ് S ഫേസിലും അതുപോലെ G2 ഫേസിലൊക്കെ നടക്കുന്നു. പക്ഷെ ആ ഫേസിലൊന്നും നമുക്ക് മൈറ്റോട്ടിക് സൈക്ലിൻ ആക്റ്റീവ് ആകാൻ പാടില്ല. അങ്ങനെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പ്രീ മെച്ചർ എൻട്രി ഇൻ ടു ദ എം ഫേസ്, സെല്ല് മെച്ചർ ആകുന്നതിനേക്കാൾ മുന്നേ എം ഫേസിലേക്ക് എൻട്രി ചെയ്യും. അപ്പൊ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സുകളെ ഇനാക്റ്റീവ് ആക്കി വെക്കണം. അങ്ങനെ ഇനാക്റ്റീവ് ആക്കി വെക്കുന്ന അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആക്കി വെക്കുന്ന ഒരു കേസ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. KPC/C CDH1 ഫോർമുലീനെ അൺസ്റ്റേബിൾ ആക്കി വെക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ ഈ മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സുകളെ ഇനാക്റ്റീവ് ആക്കി വെക്കുന്ന ഒരു എൻസൈമാണ്, ഒരു പ്രോട്ടീനേഷ്യസ് എൻസൈമാണ് V1 കൈനേസ് എന്ന് പറയുന്ന എൻസൈം. അങ്ങനെ V1 കൈനേസിന്റെ ഇൻഫ്ലുവൻസും കൂടി ഉള്ളത് കൊണ്ട് V1 കൈനേസ് ഈ മൈറ്റോട്ടിക് സൈക്ലിൻ CDK ഇവിടെ ബോർഡിൽ കാണാം, മൈറ്റോട്ടിക് സൈക്ലിൻ CDK ഇനാക്റ്റീവ് ആക്കി വെക്കും. എങ്ങനെ ഇനാക്റ്റീവ് ആക്കി വെക്കും എന്ന് ചോദിച്ചാൽ അവരുടെ ടൈറസിൻ 50ലും ത്രിയോനൈൻ 40ലും ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ഇനാക്റ്റീവ് ആക്കി വെക്കും. എന്നാൽ സെല്ലിന്റെ അകത്ത് S ഫേസിൽ പ്രോപ്പർ ആയി DNA റിപ്ലിക്കേഷനും ഹിസ്റ്റോൺ സിന്തസിസും കാര്യങ്ങളൊക്കെ നടന്ന് സെല്ല് G2 ഫേസിലെത്തി G2 ഫേസിലെ കാര്യങ്ങൾ നടന്ന് കഴിയാനാകുമ്പോൾ ഈ V1 കൈനേസ് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇനാക്റ്റീവ് ആക്കി വെച്ചിട്ടുള്ള ഈ മൈറ്റോട്ടിക് സൈക്ലിൻ CDK-നെ CDC25 എന്ന് പറയുന്ന ഒരു ഫോസ്ഫേറ്റേസ് എൻസൈം ആണ്, ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്ന എൻസൈം. ആ എൻസൈം വന്നിട്ട് ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യും. അപ്പൊ ഇത് വന്ന് CDC25 വന്നിട്ട് ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഫോസ്ഫേറ്റിനെ എടുത്ത് കളയും. ഇവിടെ ഇവിടെയാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുക അല്ലെ, ഈ V1 കൈനേസ് ആ ഫോസ്ഫോറിലേഷൻ എടുത്ത് കളയുമ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ ഡീഫോസ്ഫോറിലേഷൻ ആണ്. അപ്പം ഇനാക്റ്റീവ് ഫോമിലുള്ള മൈറ്റോട്ടിക് സൈക്ലിൻ CDK-കൾ ഫോസ്ഫേറ്റ് ഇല്ലാത്ത ആക്റ്റീവ് ഫോമിലായി മാറും. അങ്ങനെ ആക്റ്റീവ് ഫോമിലായി മാറുമ്പോഴാണ് ഈ മൈറ്റോട്ടിക് സൈക്ലിൻ CDK-കൾ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് മൈറ്റോട്ടിക് ഫേസ് ആയ പ്രോഫേസും മെറ്റാഫേസും അനാഫേസും ടെലോഫേസിലൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ മെക്കാനിസം. ഇനി അങ്ങനെ CDC25 മൈറ്റോട്ടിക് സൈക്ലിനെ ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് ആക്റ്റീവ് ഫോമിലാക്കി. ആക്റ്റീവ് ഫോമിലാക്കി കഴിഞ്ഞാൽ ആ ആക്റ്റീവ് ഫോമിലുള്ള മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സുകൾ എന്ത് ചെയ്യും, അവര് CDC25നെ കൂടുതൽ എന്ത് ചെയ്യും, അതിന്റെ ആക്ടിവിറ്റിനെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ CDC25 എല്ലാ ഇനാക്റ്റീവ് ഫോമിലുള്ള മൈറ്റോട്ടിക് സൈക്ലിൻ CDK-നെയും ഡീഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് മൈറ്റോട്ടിക് സൈക്ലിൻ CDK-ന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക ചെയ്യാം. അതാണ് ഇവിടുത്തെ മെക്കാനിസം. എന്നാൽ നേരത്തെ ഈ മൈറ്റോട്ടിക് ഫേസ് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ S ഫേസിലൊക്കെ DNA റിപ്ലിക്കേഷൻ തുടങ്ങുന്നതിനേക്കാൾ മുന്നെയോ അതിൽ DNA റിപ്ലിക്കേഷൻ നടക്കുമ്പോഴൊക്കെ V1 കൈനേസ് ആക്റ്റീവ് ആവുകയും ആ V1 കൈനേസ് എന്ത് ചെയ്യും, ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് മൈറ്റോട്ടിക് സൈറ്റിനെ ആക്റ്റീവ് ആക്കുന്ന സ്റ്റെപ്പ് ഇൻഹിബിറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഈ ആക്റ്റീവായ മൈറ്റോട്ടിക് സൈക്ലിൻ CDK-കൾ ഒരേ സമയത്ത് CDC25നെ ആക്ടിവേറ്റ് ചെയ്യും. കാരണം ഇവരെ ഈ ഇനാക്റ്റീവ് ഫോമിലുള്ള മൈറ്റോട്ടിക് സൈക്ലിൻ CDK ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി അതേ സമയത്ത് എന്ത് ചെയ്യും, ഈ മൈറ്റോട്ടിക് സൈക്ലിൻ CDK-കൾ ആക്റ്റീവ് ഫോമിലുള്ള CDK-കൾ ആരെ ഇൻഹിബിറ്റ് ചെയ്യും, V1 കൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഒരേ സമയം CDC25നെ ആക്ടിവേറ്റ് ചെയ്യുന്നു, അതേസമയം V1 കൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെക്കാനിസം. ഇനി പറയാനുള്ളത് സെൽ സൈസ്. സെൽ ഡിവിഷനും സെൽ സൈസും ചില സമയങ്ങളിൽ ചില കേസുകളിൽ എന്താണ് ഇന്റർ റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഈസ്റ്റിന്റെ കേസിലൊക്കെ സെല്ലിന്റെ സൈസ് പ്രോപ്പർ എത്തുമ്പോൾ സെല്ലിന്റെ അകത്ത് പ്രോട്ടോപ്ലാസ്മിക് കണ്ടന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് സൈസ് പ്രോപ്പർ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സെല്ല് മൈറ്റോട്ടിക് ഫേസിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ അവിടെ യൂണിസെല്ലാർ ഓർഗാനിസങ്ങളിൽ പ്രധാനമായിട്ടും എന്തുണ്ടാവും, സൈസർ പ്രോട്ടീൻ. എന്താ പറയാ, സൈസർ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാവും. അതെന്താ വെച്ചാൽ സൈസർ പ്രോട്ടീന്റെ കോൺസെൻട്രേഷൻ ഒരു ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ, ഒരു സഫീഷ്യന്റ് ആയ കോൺസെൻട്രേഷൻ എത്തണം. അങ്ങനെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ സൈസർ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ എന്ത് ചെയ്യും, ഈ V1 കൈനേസ് എന്ന് പറയുന്ന മൈറ്റോട്ടിക് സൈക്ലിനെ ഇനാക്റ്റീവ് ഫോമിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇനാക്റ്റീവ് ഫോമിൽ നിർത്തുന്ന V1 കൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ഇവിടുത്തെ സൈസർ പ്രോട്ടീൻ ആണ് CDR2. ഫോർ എക്സാമ്പിൾ ഈസ്റ്റിലൊക്കെ ഉള്ള സൈസർ പ്രോട്ടീൻ ആണ് CDR2. ആ ഈസ്റ്റിലെ സൈസർ പ്രോട്ടീനെയാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്,
G1 സൈക്ലിനായ CLN3 എന്ന് പറഞ്ഞ G1 സൈക്ലിനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ സഫീഷ്യന്റ് എമൗണ്ടിൽ എത്തുന്ന സെല്ലിന്റെ അകത്ത് സഫീഷ്യന്റ് എമൗണ്ടിൽ എത്തുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെല്ലിന്റെ സൈസ് പ്രോപ്പർ ആയി, സെല്ലിന്റെ G1 ഫേസിലുള്ള ഗ്രോത്ത് പ്രോപ്പർ ആയി എന്നാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, നേരെ പോയിട്ട് V1 കൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ V1 കൈനേസ് ഇൻഹിബിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫോസ്ഫോറിലേഷൻ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, സെല്ലിന് എന്ത് ചെയ്യുക, മൈറ്റോട്ടിക് ഫേസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മൈറ്റോട്ടിക് സൈക്ലിൻ CDKകളെ ആക്റ്റീവ് ആക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് ഈസ്റ്റിലും സക്കാരോമൈസിസ് സ്പീഷീസ് ഈസ്റ്റിലൊക്കെ ധാരാളം സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആ സ്റ്റഡീസിൽ മ്യൂട്ടൻ സ്റ്റഡീസിലൊക്കെ പറയുന്നത് V1 കൈനേസ് ജീനുകൾ മ്യൂട്ടേറ്റ് ആയ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഈസ്റ്റ് സാധാരണഗതിയിൽ എന്താവില്ല, G1 ഫേസിൽ നിന്ന് മൈറ്റോട്ടിക് ഫേസിലേക്ക് പോകാറില്ല, G1 ഫേസിൽ അറസ്റ്റ് ചെയ്യാറാണ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ V1 കൈനേസ് മ്യൂട്ടേറ്റ് ആയി കഴിഞ്ഞാൽ ആ V1 കൈനേസ് മ്യൂട്ടേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ചെയ്യണ്ടാവില്ല, മൈറ്റോട്ടിക് സൈക്കിളിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ സെല്ലുകൾ എന്ത് ചെയ്യും, പ്രീമെച്ചർ ആയി തന്നെ S ഫേസിലെ കാര്യങ്ങളും G2 ഫേസിലെ കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആവുന്നതിനേക്കാൾ മുന്നേ പ്രീമെച്ചർ ആയിട്ട് സെല്ല് മൈറ്റോട്ടിക് ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്ന കേസുകൾ ധാരാളം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ CDC25 ജീനുകൾ മ്യൂട്ടേറ്റ് ആയ മ്യൂട്ടന്റ് ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത, അവരെപ്പോഴും എന്ത് ചെയ്യൂല, അവർക്ക് CDC25 മ്യൂട്ടന്റ് ആയതുകൊണ്ട് അവർക്ക് ഈ ഫോസ്ഫോറിലേറ്റഡ് ആയ ഇനാക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന മൈറ്റോട്ടിക് സൈക്ലിൻ CDKകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് G2 ഫേസിൽ സെൽ ഡിവിഷൻ അറസ്റ്റ് ആയി കിടക്കുന്ന കേസുകൾ ഉണ്ടാകാറുണ്ട്. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ CDC25 ആണ് മൈറ്റോട്ടിക് സൈക്ലിൻ CDKകളെ ആക്റ്റീവ് ആക്കുന്നത് എന്നും V1 കൈനേസുകളാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നതും എന്നുള്ള കേസാണ്. ഇനി ഇങ്ങനത്തെ മെക്കാനിസം കൊണ്ട് മൈറ്റോട്ടിക് സൈക്ലിൻ CDKകൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആക്റ്റീവായ മൈറ്റോട്ടിക് സൈക്ലിൻ CDKകളാണ് പിന്നെ സെൽ ഡിവിഷൻ ആയ പ്രോഫേസും മെറ്റാഫേസും അനാഫേസിനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതിൽ ഒരു കാര്യമാണെന്ത്, ന്യൂക്ലിയർ മെംബ്രെയിന് ഡിസ്ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിന് ഡിസപ്പിയർ ചെയ്യുക എന്നുള്ളത്. സോ അങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിനെ ഡിസോർഗനൈസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കാം, ഇനി മൈറ്റോട്ടിക് സൈക്കിൾ സ്റ്റേജ് തുടങ്ങാൻ പോവാം. അപ്പൊ നമുക്കറിയാം S ഫേസിലാണ് സെൻട്രോസോമിൽ നിന്ന് എന്തുണ്ടാവുന്നത്, സെൻട്രോസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, സെൻട്രോസോമിന്റെ അകത്തുള്ള സെൻട്രിയോളുകൾ ഓപ്പോസിറ്റ് പോളിലേക്ക് പോയിട്ട് ഓരോ സെൻട്രിയോളും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു സെൻട്രിയോൾ അതിന് ഓപ്പോസിറ്റ് ആയ ഡോട്ടർ സെൻട്രിയോളും, ഇത് പാരന്റ് ആണ്, ഇത് ഡോട്ടർ ആണ്. ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ഈ താഴെയുള്ളതും ഒന്ന് പാരന്റ് ആണ്, ഒന്ന് ഡോട്ടർ ആണ്, ഡോട്ടർ സെൻട്രിയോൾ ആണ്. അപ്പൊ അങ്ങനെ S ഫേസിൽ ഡ്യൂപ്ലിക്കേഷൻ നടന്ന സെൻട്രോസോമുകൾ ഉണ്ടാവും. ആ സെൻട്രോസോമുകളെല്ലാം സിന്തസൈസ് ചെയ്യുന്ന സിന്തസൈസ് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാവും. ആ സ്പിൻഡിൽ ഫൈബേഴ്സിനെ പിന്നീട് അതിന്റെ ഗ്രോത്ത് ട്രിഗർ ചെയ്യുന്നത് മൈറ്റോട്ടിക് സൈക്ലിൻ CDKകളാണ്. അങ്ങനെ ട്രിഗർ ചെയ്ത് വരുന്ന ഇൻക്രീസ് ചെയ്ത് വരുന്ന മൈറ്റോട്ടിക് സൈക്ലിൻ CDKകളേക്ക് ട്രിഗർ ചെയ്യുന്ന ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാവും. ആ സ്പിൻഡിൽ ഫൈബേഴ്സിന് നേരെ വന്നിട്ട് ഇവിടെ ന്യൂക്ലിയസിന്റെ അകത്ത് കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രോമസോമുകൾ ഉണ്ടാവും. പ്രോഫേസ് മെറ്റാഫേസ് ഒക്കെ എത്തുമ്പോൾ ആ ക്രോമസോമുകളെ കൈനറ്റോകോറിലേക്ക് ഒന്ന് ബൈൻഡ് ചെയ്യണം. പക്ഷെ ബൈൻഡ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒരു ബാരിയർ ആണത് ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡിസോർഗനൈസ് ചെയ്യണം. അതും ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, മൈറ്റോട്ടിക് സൈക്ലിൻ CDKകളാണ്. അപ്പൊ അതെങ്ങനെ വെച്ചാൽ മനസ്സിലാക്കാം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സിൽ ആദ്യം എന്തെന്ന് വെച്ചാൽ മനസ്സിലാക്കാം, ഈ ന്യൂക്ലിയസിന്റെ ഡയഗ്രാം കണ്ടാക്കാൻ അതിന്റെ അകത്താണ് ക്രൊമാറ്റിൻ ഫൈബർ, ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് ഉള്ളത്. അത് പ്രോഫേസിലൊക്കെ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി, മെറ്റാഫേസ് പിന്നെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള ന്യൂക്ലിയസിന്റെ അകത്ത് ലാമിൻ പ്രോട്ടീനുകൾ ഉണ്ടാവും. ന്യൂക്ലിയർ ലാമിൻ എന്ന് പറയുന്ന സൈറ്റോസ്കെൽട്ടൻ പ്രോട്ടീൻസുകൾ ഉണ്ടാവും. അത് ഉണ്ടാക്കിയത് പ്രധാനമായിട്ടും ലാമിൻ A, ലാമിൻ B, ലാമിൻ C ഫിലമെന്റ് പ്രോട്ടീൻ ഫിലമെന്റ് കൊണ്ടാണ്. അപ്പം ഈ മൈറ്റോട്ടിക് സൈക്ലിൻ CDKകൾ എന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഈ ന്യൂക്ലിയർ ലാമിൻ A, ലാമിൻ B, ലാമിൻ C എന്ന് പറയുന്ന ഫിലമെന്റസ് ആയ പ്രോട്ടീനുകൾ ഉണ്ടാവും, സൈറ്റോസ്കെൽട്ടൻ സബ് യൂണിറ്റുകൾ ഉണ്ടാവും. അവരെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് അവരെ സെറീൻ റെസിഡ്യൂല് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നല്ലോ, ഡിസോർഗനൈസ് ചെയ്ത് കളയും. ഓക്കെ, ഒന്ന്. അപ്പൊ ഡിസോർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ ന്യൂക്ലിയസിന്റെ ഇതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസിന് ഈ ഭാഗമാണ് ഇന്നർ മെംബ്രെയിൻ, ഈ ഭാഗമാണ് ഔട്ടർ മെംബ്രെയിൻ. അപ്പൊ അതിന്റെ ഇന്നർ മെംബ്രെയിനും ഈ ന്യൂക്ലിയർ ഫിലമെന്റും ഈ ലാമിൻ ABC ഫിലമെന്റും ഇന്നർ മെംബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ ബ്രേക്ക് ആവും. ഒന്ന്.
രണ്ടാമത്തെ കാര്യം, ഈ ന്യൂക്ലിയസിന്റെ ഇന്റർ മെംബ്രെയിലാണ് ഇന്റഗ്രൽ മെംബ്രെയിൻ ഉണ്ടാവുക. ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ ഉണ്ടാവും. ആ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീനുകളിൽ എന്ത് ചെയ്യും? ഈ മൈറ്റോട്ടിക് സൈക്ലിൻ CD ലാമിൻ ABC ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയുമ്പോൾ എന്താ വെച്ചാൽ ഈ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീനുകളും ഈ ക്രൊമാറ്റിൻ റെട്ടിക്കുലം ക്രൊമാറ്റിൻ ഫൈബറും തമ്മിലുള്ള കോണ്ടാക്റ്റും എന്താവും? റിമൂവ് ആവും. ഓക്കെ, രണ്ട് കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എടുത്താൽ, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ER. അപ്പൊ ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ത്? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഓരോ ന്യൂക്ലിയർ മെംബ്രെയിൻ എടുത്താൽ അതിന്റെ ഇടയ്ക്ക് ന്യൂക്ലിയർ മെംബ്രെയിനകത്ത് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അതിന് നമ്മൾ ന്യൂക്ലിയർ കോർ കോംപ്ലക്സുകൾ എന്നാണ് വിളിക്കുക. ആ ന്യൂക്ലിയർ കോർ കോംപ്ലക്സിനകത്തുള്ള പ്രോട്ടീനുകളാണ് നമ്മൾ ന്യൂക്ലിയോപോറിൻസ് എന്നാണ് വിളിക്കുക. ന്യൂക്ലിയോപോറിൻസ് ആണ് ആ കോംപ്ലക്സിനകത്തുള്ള പ്രോട്ടീൻ, ന്യൂക്ലിയോപോറിൻസ് വിളിക്കുക. അപ്പൊ മൂന്നാമതായി ഈ മൈറ്റോട്ടിക് സൈക്ലിൻ CD ന്യൂക്ലിയോപോറിൻസിനെയും ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അപ്പൊ അവിടെയും ഡീസ്റ്റെബിലൈസേഷൻ നടക്കും. മൂന്ന് കാര്യങ്ങളാണ് ന്യൂക്ലിയറിന്റെ ഇന്നർ മെംബ്രെയിന്റെ മേലെ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയും, ന്യൂക്ലിയോപോറിൻസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും, അകത്തുള്ള ലാമിൻ ABC ഫിലമെന്റസ് പ്രോട്ടീനുകളെയും ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ മനസ്സിലാക്കുക. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇന്നർ മെംബ്രെയിൻ ആണ് ഞാൻ റെഡ് കളറിൽ വെച്ചത്. ആ ഇന്നർ മെംബ്രെയിനുകൾ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും? എല്ലാം ERന്റെ അകത്തോട്ട് റിട്രാക്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ എല്ലാ ഭാഗത്തും ER ഉള്ളത് കൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ മൊത്തം ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഇന്നർ മെംബ്രെയിനുകൾ ERലേക്ക് റിട്രാക്ട് ചെയ്ത് കളയും. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസോർഗനൈസ് ചെയ്യും, അല്ലെങ്കിൽ ഡിസപ്പിയർ ആയി മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ സ്വാഭാവികമായിട്ടും സെല്ലിനെ ഈ സ്പിൻഡിൽ ഫൈബറിന് പിന്നെ നേരിട്ട് വന്നിട്ട് കണ്ടൻസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ കണ്ടൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോമസോമിന്റെ കൈനറ്റോകോറിലേക്ക് ഒന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. അതാണ് മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സുകൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസോർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഈ സ്പിൻഡിൽ ഫൈബർ ക്രോമസോമിന്റെ മേലെയുള്ള കൈനറ്റോകോറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ്. ആ ബൈൻഡ് ചെയ്യുന്ന മെക്കാനിസം എടുത്താൽ പലതരത്തിലുള്ള ബൈൻഡിങ് ഉണ്ട്. ഫോൾട്ട് ആയിട്ടുള്ള ബൈൻഡിങ് ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ബൈൻഡിങ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ബൈൻഡിങ് എടുത്താൽ നമ്മൾ പറയാം ആംഫിടെലിക് ബൈൻഡിങ് എന്നാണ് പറയാം. ഇൻകറക്റ്റ് ആയ ബൈൻഡിങ് മീറോടെലിക് ഉണ്ട്, സിൻഡലിക് ഉണ്ട്, മോണോടെലിക് ബൈൻഡിങ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി ആ ബൈൻഡിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനുശേഷം എങ്ങനെയാണ് മൈറ്റോസിസിൽ ഇങ്ങനെയുള്ള സ്പിൻഡിൽ ഫൈബർ കറക്റ്റ് ആയിട്ട് ആംഫിടെലിക് ബൈൻഡിങ്ങിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് എന്നും ആ ബൈൻഡിങ്ങിന് ശേഷം എങ്ങനെയാണ് മെറ്റാഫേസിലും അനാഫേസിലും സെല്ലുകൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പിൻഡിൽ ഫൈബറിന്റെ അറ്റാച്ച്മെന്റ് ആണ്. അപ്പം പ്രോഫേസ് കഴിഞ്ഞ ഉടനെ തന്നെ അല്ലെങ്കിൽ പ്രോഫേസിന്റെ എൻഡിൽ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നുകൊണ്ട് ക്രോമസോമിന്റെ കൈനറ്റോകോറിൽ വന്ന് വേണ്ടി ഒരു ക്രോമസോമിൽ 2 ക്രോമാറ്റിഡ് ഉണ്ടാവും, അതുകൊണ്ട് 2 കൈനറ്റോകോർസ് ഉണ്ടാവും. എന്നാൽ ഈ ബൈൻഡ് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബർ കറക്റ്റ് ആയിട്ടും ബൈൻഡ് ചെയ്യും, ഇൻകറക്റ്റ് ആയിട്ടും ബൈൻഡ് ചെയ്യും. അപ്പൊ കറക്റ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞാല് സ്പിൻഡിൽ ഫൈബർ വന്നിട്ട് ഒരു ക്രോമസോമിൽ 2 കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബർ വരുന്ന ഓപ്പോസിറ്റ് പോളിൽ നിന്നായിരിക്കും, മേലത്തെ പോളിൽ നിന്ന് താഴത്തെ പോളിൽ നിന്നായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഈക്വൽ ആയിട്ട് പുൾ ചെയ്യും. ഓക്കെ അല്ലെ? ആ ബൈൻഡിങ് ആണ് കറക്റ്റ് ബൈൻഡിങ്. ആ ബൈൻഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഫിടെലിക് ബൈൻഡിങ് എന്നാണ് വിളിക്കുന്ന പേര് ആംഫിടെലിക്. നോക്കൂ, ആംഫിടെലിക് ബൈൻഡിങ് എന്നാണ് വിളിക്കുക. ഇതാണ് ഒന്നാമത്തെ കേസ്. അതാണ് കറക്റ്റ് ബൈൻഡിങ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇൻകറക്റ്റ് ആയ 3 ബൈൻഡിങ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബൈൻഡിങ്ങിന്റെ പേരാണ് സിൻടെലിക് ബൈൻഡിങ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാ വെച്ചാൽ ഒരു ക്രോമസോമിലെ 2 കൈനറ്റോകോറിലേക്കും സ്പിൻഡിൽ ഫൈബർ വരുന്ന സെയിം ബോളിനായിരിക്കും. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള പുള്ളിങ് വരൂല. അതുകൊണ്ട് തന്നെ കൈനറ്റോകോർ ടെൻസൽ സ്റ്റേറ്റിലാകൂല. ഒന്നാമത്തെ കേസിൽ 2 സൈഡിൽ നിന്ന് ഒരേപോലെ പുള്ള് എന്നതുകൊണ്ട് കൈനറ്റോകോർ ഹൈലി ടെൻസൽ സ്റ്റേറ്റിലായിരിക്കും. കാരണം ഈ ക്രോമസോമിലെ 2 കൈനറ്റോകോറിന് ഒന്നിനെ മേലേന്നും വലിക്കുന്നു, താഴേന്നും വലിക്കുന്നു. അപ്പൊ 2 പേർക്ക് ഒരാൾക്ക് മേലേക്കും ഒരാൾക്ക് താഴേക്കും പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ പോകാൻ കഴിയില്ല. കാരണം അതിന്റെ ഇടയ്ക്ക് ഈ 2
ഈ രണ്ട് ക്രൊമാറ്റിഡിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തുണ്ട്? ഈ സെൻട്രോമിയർ റീജിയൻ ഞാൻ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തതിന് കൊഹിസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. കൊഹിസിൻ പ്രോട്ടീൻ രണ്ട് ക്രൊമാറ്റിഡിനെയും തമ്മിൽ കണക്ട് ചെയ്തതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് പുൾ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അവിടുത്തെ കൈനറ്റോകോറുകൾ ഹൈലി ടെൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഇനി സിൻഡലിക് മൂവ്മെന്റ് അങ്ങനെയല്ല. ഓക്കെ, കറക്റ്റ് രണ്ട് സൈഡിൽ നിന്ന് പുള്ളിങ് വരുന്നില്ല. ഇനി മീറോട്ടലിക് എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിൽ രണ്ട് കൈനറ്റോകോർ ഉണ്ടെങ്കിൽ ഒരു കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബർ വരുന്നുള്ളൂ. ആ വരുന്നത് തന്നെ രണ്ട് സൈഡിൽ നിന്ന് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവസാനത്തെ ബൈൻഡിംഗ് ആണ് മോണോടെലിക് ബൈൻഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു ക്രോമസോമിലെ ഒരു കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബർ വരുന്നുള്ളൂ. അത് തന്നെ സെയിം കോഡിൽ തന്നെയാണ് വരുന്നത് മൊത്തം ഒന്നിലേക്ക്. അതാണ് മോണോടെലിക്. സോ അവസാനം പറഞ്ഞ ഈ മൂന്ന് കേസ് എടുത്താലും ഇൻകറക്റ്റ് ആയിട്ടുള്ള ബൈൻഡിംഗ് ആണ്. ഒന്നാമത്തെ കേസ് മാത്രമാണ് കറക്റ്റ് ബൈൻഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ആഫിടെലിക് ബൈൻഡിംഗിൽ രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് സ്പിൻഡിൽ ഫൈബർ വന്ന് കൈനറ്റോക്കറിൽ ബൈൻഡ് ചെയ്ത് പുള്ള് ചെയ്യുമ്പോൾ കൈനറ്റോക്കോർ ഹൈലി ടെൻസ്ഡ് സ്റ്റേറ്റിൽ ആകുന്നത് ആ കൊഹിസിൻ പ്രോട്ടീൻ അവരെ രണ്ടുപേരെയും രണ്ട് ക്രൊമാറ്റിഡും കണക്ട് ചെയ്താണ് അല്ലെ? ഇനി എങ്ങനെയാണ് കറക്റ്റ് ബൈൻഡിങ് ആണ് ആംഫിടെലിക്കില് കറക്റ്റ് ബൈൻഡിങ് ആണ് എന്ന് ഈ ക്രോമസോമിലെ കൈനറ്റോകോർ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്രോമസോം എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൽ എങ്ങനെയാണ് ഈ ബൈൻഡിങ് കറക്റ്റ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയണത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഭാഗം നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. ഇതാണ് കൈനറ്റോകോറിന്റെ ഇന്നർ പോർഷൻ. ഇത്രയും ഭാഗമാണ് കൈനറ്റോകോറിന്റെ ഇന്നർ പോർഷൻ. ഈ ഭാഗമാണ് കൈനറ്റോകോറിന്റെ ഔട്ടർ പോർഷൻ. ഇനി ഈ ഇന്നർ പോർഷനിൽ ഉണ്ടാകുന്ന ഒരു എൻസൈമിന്റെ പേരാണ് അറോറ ബി കൈനേസ് എന്ന് പറയുന്ന ഒരു ഫോസ്ഫോറിലേറ്റിംഗ് എൻസൈം ഈ ഇന്നർ റീജിയനിൽ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഔട്ടർ റീജിയനിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സിന്റെ പേരാണ് NDC-AT കോംപ്ലക്സും ഉണ്ടാവും, DAM1 കോംപ്ലക്സും ഉണ്ടാവും. തൽക്കാലം ഇതിനെ വിട്ടുകളാം, നമുക്ക് ഇതിന് മാത്രം ഫോക്കസ് ചെയ്യാം. ഇനി ആംഫിടെലിക് ബൈൻഡിങ്ങില് രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബർ വന്ന് ബൈൻഡ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്നും പുള്ള് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് പുള്ള് ചെയ്യുന്ന സമയത്ത് ഈ NDC-AT കോംപ്ലക്സ് എന്ന് പറയുന്ന കോംപ്ലക്സ് ഔട്ടർ കൈനറ്റോകോർ റീജിയനിലാണ് ലോക്കലൈസ് ചെയ്ത് കാണാം. അങ്ങനെ കറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് പുള്ള് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബർ ഫുൾ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സമയത്ത് അവിടെ യാതൊരു പ്രശ്നമില്ല. ഓക്കെ, എന്നാൽ ഇൻകറക്റ്റ് ആണ് ബൈൻഡ് ചെയ്തതെന്ന് വിചാരിച്ചോ, ഈ മൂന്ന് കേസിൽ ഏതെങ്കിലും ഒന്നാണ് ബൈൻഡിങ് എന്ന് വിചാരിച്ചോ, അപ്പം രണ്ട് കൈനറ്റോകോറിനെയും ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിൽ നിന്ന് പുള്ള് ചെയ്യാത്തത് കൊണ്ട് കൈനറ്റോകോർ ഹൈലി ടെൻസ്ഡ് സ്റ്റേറ്റിലാകില്ല. അങ്ങനെ കൈനറ്റോകോർ ഹൈലി ടെൻസ്ഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ NDC-AT കോംപ്ലക്സുകൾ കറക്റ്റ് പുള്ളിങ് നടക്കാത്തത് കൊണ്ട് ഇന്നർ കൈനറ്റോകോർ റീജിയനിലാണ് ലോക്കലൈസ് ചെയ്തിട്ട് കാണാം ഇൻകറക്റ്റ് ബൈൻഡിങ്ങിന്റെ സമയത്ത്. അങ്ങനെ ഇന്നർ കൈനറ്റോകോർ റീജിയനിലാണ് ഇയാൾ ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ആരുണ്ടാവും? അറോറ ബി കൈനേസ് ഉണ്ടാവും. സോ ആ സമയത്ത് അറോറ ബി കൈനേസ് എന്ത് ചെയ്യും? ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത NDC-AT കോംപ്ലക്സ് ഇന്നർ റീജിയനിൽ നിൽക്കുമ്പോൾ ആ ഫോസ്ഫോറിലേഷൻ കൊണ്ട് അത് ഡീസ്റ്റബിലൈസ് ചെയ്യും. അങ്ങനെ ഡീസ്റ്റബിലൈസ് ചെയ്ത NDC-AT പ്രോട്ടീൻ കോംപ്ലക്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പെർമനന്റ് ആയിട്ട് ഈ സ്പിൻഡിൽ ഫൈബറുമായി കോണ്ടാക്ട് വെക്കാൻ പറ്റില്ല. അത് സ്പിൻഡിൽ ഫൈബറിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയും. സ്പിൻഡിൽ ഫൈബറും ഈ NDC-AT ഡീസ്റ്റബിലൈസേഷൻ പോലെ സ്പിൻഡിൽ ഫൈബറും കൈനറ്റോകോറും തമ്മിലുള്ള ആ കണക്ഷന് റിമൂവ് ആവും, ബ്രേക്ക് ചെയ്ത് പോകും. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ടെൻഡൻസി കിട്ടും? ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന സ്പിൻഡിൽ ഫൈബേഴ്സിന് രണ്ടാമത് കറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ അപ്പൊ കിട്ടുന്നത് സെല്ലിന്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ കറക്റ്റ് ബൈൻഡ് ചെയ്യുന്നത് വിചാരിച്ചോ, കറക്റ്റ് ബൈൻഡ് ചെയ്യുമ്പോൾ ഈക്വൽ പുള്ളിങ് വരും. ഈക്വൽ പുള്ളിങ് വരുമ്പോൾ നേരത്തെ ഇന്നർ റീജിയനിലുള്ള NDC-AT കോംപ്ലക്സ് എങ്ങോട്ടാവും? ഔട്ടർ റീജിയനിൽ എത്തും. പക്ഷെ ഔട്ടർ റീജിയനിൽ എന്തുണ്ടാവും? എത്തിക്കഴിഞ്ഞാൽ ഇതിന് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, ഫോസ്ഫോറിലേറ്റഡ് ആയിരിക്കും. അപ്പൊ അത് ഡീസ്റ്റബിലൈസ് ചെയ്തിട്ട് ഉണ്ടാവുക. ആ സമയത്ത് പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് 1 എന്ന് പറയുന്ന ഫോസ്ഫേറ്റേസ് വന്ന് ഈ ഫോസ്ഫേറ്റിനായിട്ട് റിമൂവ് ചെയ്ത് കളയും. ഉണ്ടോ? ഒന്ന് റിമൂവ് ചെയ്താൽ അത് NDC-AT കോംപ്ലക്സ് ആക്റ്റീവ് ആവും, സ്റ്റേബിൾ ആവും. അതേ സമയത്ത് അറോറ ബി കൈനേസിൽ നിന്ന് ദൂരെ ആയിരിക്കും ഔട്ടർ റീജിയനിൽ എത്തുമ്പോൾ. അപ്പൊ രണ്ടാമത് ഫോസ്ഫോറിലേറ്റ് ചെയ്യാനും പറ്റൂല. അങ്ങനെ സ്റ്റേബിൾ ആയ NDC-AT കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് കൈനറ്റോകോർ സ്റ്റേബിൾ ആയിരിക്കും. ആ സമയത്ത് അതിന്റെ മേലേക്ക് വന്ന് ബൈൻഡ് ചെയ്ത സ്പിൻഡിൽ ഫൈബറിന് എന്ത് ചെയ്യില്ല? കൈനറ്റോകോർ ഡിറ്റാച്ച് ചെയ്ത് വിടൂല, സ്റ്റേബിൾ ആയതുകൊണ്ട്. അങ്ങനെയാണ് കറക്റ്റ് എന്ത് ചെയ്യുക? ആംഫിടെലിക് ബൈൻഡിങ് സെല്ല് അല്ലെങ്കിൽ ആ സെല്ലിന്റെ അകത്തുള്ള ക്രോമസോം റെക്കഗ്നൈസ് ചെയ്യുന്ന മെക്കാനിസം. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇനി അങ്ങനെ കറക്റ്റ് ബൈൻഡിങ് ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് ഇപ്പൊ ഈ 4 എണ്ണത്തിൽ ഇതാണ് കറക്റ്റ് ബൈൻഡിങ് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തെന്ന് വിചാരിച്ചോ.
റെക്കഗ്നൈസ് ചെയ്താൽ ഇനി എന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ പുള്ള് ചെയ്യുന്നുണ്ട്, മേലേന്നും താഴേന്നും പുള്ള് ചെയ്യുന്നുണ്ട്, ഇവിടുന്നും പുള്ള് ചെയ്യുന്നുണ്ട്, താഴേന്നും പുള്ള് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ആ പുള്ളിങ് ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആരാണ്, ഈ രണ്ട് ക്രൊമാറ്റിഡ് പുള്ള് ചെയ്യുമ്പോൾ ഇത് മേലോട്ടും താഴോട്ടും പോകേണ്ടതാണ് ഈ ക്രൊമാറ്റിഡ്, പക്ഷെ പോകുന്നില്ല. കാരണം എന്താ, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന സെൻട്രോമിയർ റീജിയനിൽ എന്തുണ്ട്, കൊഹിസിൻ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് കേസിൽ ഈ കൊഹിസിൻ പ്രോട്ടീനെ റിമൂവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കൊഹിസിൻ പ്രോട്ടീനെ റിമൂവ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, സെല്ല് പ്രോഫേസും കഴിഞ്ഞ് മെറ്റാഫേസും കഴിഞ്ഞ് അനാഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കൊഹിസിൻ പ്രോട്ടീനെ റിമൂവ് ചെയ്യുക. അപ്പൊ കൊഹിസിൻ പ്രോട്ടീനെ എങ്ങനെ റിമൂവ് ചെയ്യുന്ന വെച്ചിട്ട്, അത് റിമൂവ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് സെപ്പറേസ് എന്ന് പറയുന്ന എൻസൈമാണ് അതിനെ റിമൂവ് ചെയ്യുക. പക്ഷേ സെപ്പറേസ് എന്ന് പറയുന്ന എൻസൈം എന്തുകൊണ്ടാണ് അത് പ്രോഫേസിലും മെറ്റാഫേസിലും ഇങ്ങനെ ഇതിന് രണ്ടും ഈ കൊഹിസിൻ പ്രോട്ടീനെ റിമൂവ് ചെയ്യുന്നില്ലല്ലോ? കാരണം എന്താ മനസ്സിലാക്കാം, പ്രോഫേസിലും മെറ്റാഫേസിലൊക്കെ മൈറ്റോട്ടിക് സൈക്ലിൻ സിഡിക്കകൾ ഉണ്ടാവും. ആ മൈറ്റോട്ടിക് സൈക്ലിൻ സിഡിക്കകൾ എന്താ ചെയ്യുക, പ്രോഫേസിലും മെറ്റാഫേസിലൊക്കെ ഈ സെപ്പറേസ് എന്ന് പറയുന്ന കൊഹിസിൻ പ്രോട്ടീനെ റിമൂവ് ചെയ്യുന്ന സെപ്പറേസ് എൻസൈമിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോസ്ഫോറിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ സെപ്പറേസ് എന്ന എൻസൈമിന് ആരെ, ഈ കൊഹിസിൻ പ്രോട്ടീൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാം, ഫോസ്ഫോറിനെ സെപ്പറേസ് എന്ന് പറഞ്ഞ പ്രോട്ടീന് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത് ഫോസ്ഫോറിലേറ്റ് ചെയ്താൽ കൊഹിസിൻ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആയി നിൽക്കും. അതേ സമയത്ത് രണ്ടാമത്തെ ഒരാളുടെ സെക്യൂരിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. സെക്യൂരിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനും ആരെ ഇൻഹിബിറ്റ് ചെയ്യുമോ, സെപ്പറേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് പ്രോഫേസിലും മെറ്റാഫേസിലും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഈ കൊഹിസിൻ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യുന്ന സെപ്പറേസിനെ ഇനാക്റ്റീവ് ആക്കി വെക്കുന്നത്. കാരണം പ്രോഫേസിലും മെറ്റാഫേസിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യരുത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താ വെച്ചാൽ പ്രോഫേസിലും മെറ്റാഫേസിലും തന്നെ എന്ത് ചെയ്യും, സെല്ലുകൾ പോളിലേക്ക് പോയി കളയും. ഓക്കെ, ഈ ക്രോമസോമിലെ രണ്ട് ക്രോമാറ്റിഡ് ഓപ്പോസിറ്റ് പോളിലേക്ക് പോയി കളയും. അങ്ങനെ പോകാൻ പാടില്ല, അനാഫേസ് എത്തുമ്പോഴാണ് പോകേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യും. അപ്പൊ രണ്ട് ബ്ലോക്ക് ഉണ്ട്. ഒന്ന് സെക്യൂരിൻ എന്ന പ്രോട്ടീനും സെപ്പറേസിനെ ബ്ലോക്ക് ചെയ്യുന്നു. രണ്ട് പ്രോഫേസിലും മെറ്റാഫേസിലൊക്കെ ഹൈ കോൺസെൻട്രേഷൻ നിൽക്കുന്ന മൈറ്റോട്ടിക് സൈക്ലിൻ സിഡിക്കകൾ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് സെപ്പറേസിനെ ഇനാക്റ്റീവ് ആക്കുന്നുണ്ട്. എന്നാൽ അനാഫേസ് എത്തുമ്പോ ശ്രദ്ധിക്കുക, അനാഫേസ് എത്തുന്ന സമയത്ത് ഈ മൈറ്റോട്ടിക് സൈക്ലിൻ സിഡിക്കകളുടെ കോൺസെൻട്രേഷൻ കുറയും. ഓക്കെ, മൈറ്റോട്ടിക് സൈക്ലിൻ സിഡി കോൺസെൻട്രേഷൻ കുറയും. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്താ സംഭവിക്കുക, പിന്നെ ഇവിടെ ഫോസ്ഫോറിലേഷൻ ഉണ്ടാവില്ല. ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ മൈറ്റോട്ടിക് സൈക്ലിൻ സിഡിക്കകൾ ഉണ്ടാവില്ല. ഓക്കെ, അതേ സമയത്ത് ഓൾറെഡി ഫോസ്ഫോറിലേറ്റ് ചെയ്ത ഈ സെപ്പറേസിന്റെ ഒക്കെ ഫോസ്ഫേറ്റിനെ പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന ഡീഫോസ്ഫോറിലേറ്റിംഗ് എൻസൈം ഒന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഈ ഫോസ്ഫോറിലേഷൻ അങ്ങോട്ട് പോകും. ഓക്കെ, അതേ സമയത്ത് ഈ APC-CDC20 അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് അതിന്റെ റെഗുലേറ്ററി ആക്ടിവേറ്റർ ആയ CDC21 ഉണ്ട്. ആ APC-CDC20 എന്താ ചെയ്യാ മനസ്സിലാക്കുക, ആ APC-CDC20നെയും പ്രോഫേസിലും മെറ്റാഫേസിലൊക്കെ ഈ സെപ്പറേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത പോലെ മൈറ്റോട്ടിക് സൈക്ലിൻ സിഡിക്കകൾ ഇതിനെയും ഫോസ്ഫോറിലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പ്രോഫേസിലും മെറ്റാഫേസിലൊക്കെ. അതുകൊണ്ട് ആ സമയത്ത് അവരും ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ഈ സെപ്പറേസ് ഇനാക്റ്റീവ് ആയ പോലെ ഇയാളും ഇനാക്റ്റീവ് ആ. രണ്ടിനെയും ഇനാക്റ്റീവ് ആക്കി വെക്കുന്നത് മൈറ്റോട്ടിക് സൈക്ലിൻ സിഡിക്കകളാണ്. പക്ഷെ അനാഫേസ് എത്തുമ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യും, ഇതിനെ ഫോസ്ഫോറിലേറ്റിന് ആരും ഉണ്ടാവില്ല. ഓൾറെഡി ഫോസ്ഫോറിലേറ്റ് ചെയ്തതിനെ പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് വന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് ഇയാളും ഫോസ്ഫോറിലേഷൻ രക്ഷപ്പെടും, ഇയാളും ഫോസ്ഫോറിലേഷൻ രക്ഷപ്പെടും. ഇതിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കിയുള്ള സെക്യൂരിൻ എന്ന പ്രോട്ടീനാണ്. ഓക്കെ, അപ്പൊ സെക്യൂരിൻ എന്ന പ്രോട്ടീൻ എന്ത് ചെയ്യും, ഈ APC-CDC20ന്റെ ഫോസ്ഫോറിലേഷൻ കുറഞ്ഞ് ഇല്ലാതാകുമ്പോൾ, ഇയാളുടെ ആബ്സെൻസ് കൊണ്ട് ഇല്ലാതാകുമ്പോൾ ഇത് ആക്റ്റീവ് ആവും. ഇത് വന്നാണ്ട് ഈ സെക്യൂരിനെ മേലെ ബൈൻഡ് ചെയ്തിട്ട് സെക്യൂരിനെ എന്ത് ചെയ്യും, യുബിക്വിറ്റിനേസ് ചെയ്ത് കളയും. യുബിക്വിറ്റിൻ പോളി യുബിക്വിറ്റിൻ ടാഗ് കൊടുത്തുകൊണ്ട് പ്രോട്ടിയോസോം വഴി ഡീഗ്രേഡ് ചെയ്ത് കളയും. അപ്പൊ അതും കൂടി ആകുമ്പോൾ ഇയാൾ ഫ്രീ ആയി, സെപ്പറേസ്. അപ്പൊ അങ്ങനത്തെ സെപ്പറേസ് ഫ്രീ ആയി കഴിഞ്ഞാൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ സെപ്പറേസ് എന്ത് ചെയ്യും, കൊഹിസിൻ പ്രോട്ടീനെ പോയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. എവിടെ ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ കൊഹിസിൻ പ്രോട്ടീന്റെ സബ് യൂണിറ്റുകൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, മുന്നത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. അതില് SC1 അല്ലെങ്കിൽ RAD21 എന്ന് പേരുള്ള ഒരു പ്രോട്ടീൻ സബ് യൂണിറ്റിനെ പോയിട്ട് അതിന്റെ മേലെ പോയിട്ട് അതിനെ ക്ലീവ് ചെയ്ത് അതിനെ മുറിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കൊഹിസിൻ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്ത് കളയുക. അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. ഇവിടുത്തെ കൊഹിസിൻ പതിയെ റിമൂവ് ആവും. ആ കൊഹിസിൻ റിമൂവ് ആകുമ്പോൾ ഒരു ക്രൊമാറ്റിഡ് മേലത്തെ പോളിലേക്കും രണ്ടാമത്തെ ക്രൊമാറ്റിഡിന് താഴത്തെ പോളിലേക്കും പോകാൻ പറ്റും. അങ്ങനെ പോകുമ്പോഴാണ് അനാഫേസ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ മെക്കാനിസം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാൻ കാരണം കൊഹിസിൻ പ്രോട്ടീനിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ബ്രേക്ക് ഡൗണിനെ സഹായിക്കുന്നത് ഒന്ന് APC-CDC20 ആക്റ്റീവ് ഫോമിൽ അനാഫേസിൽ എത്തുമ്പോഴാണ്. ഓക്കെ, മെറ്റാഫേസ് അനാഫേസ് ട്രാൻസിഷനിൽ ഇത് ആക്റ്റീവ് ആവും.
അതേപോലെ തന്നെ മെറ്റാഫേസ് അനാഫേസ് ട്രാൻസിഷൻ ഇത് ആക്റ്റീവ് ആകാൻ കാരണം ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇനാക്റ്റീവ് ആക്കി വെക്കുന്ന മൈറ്റോട്ടിക് സൈക്ലിൻ സിഡികളുടെ കോൺസെൻട്രേഷൻ മെറ്റാഫേസ് അനാഫേസ് ട്രാൻസിഷനിൽ കുറയുന്നത് കൊണ്ടാണ്. അതേപോലെ മൈറ്റോട്ടിക് സൈക്ലിൻ സിഡികൾ കുറയുന്നത് കൊണ്ട് സെപ്പറേസിന്റെ ഫോസ്ഫോറിലേഷൻ ഇല്ലാതാവും. ഓക്കെ, അതുപോലെ തന്നെ സെറ്റ്യൂരിനെ യുബിക്വിനേറ്റ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അവസാനമായി പറയാനുള്ളത് അനാഫേസ് കഴിഞ്ഞാൽ സെൽ എങ്ങനെയാണ് മൈറ്റോസിസ് എക്സിറ്റ് ആയിട്ട് സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മൈറ്റോട്ടിക് ഫേസിൽ സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ് എന്താണെന്നും അതുപോലെ തന്നെ സ്പിൻഡിൽ പൊസിഷൻ ചെക്ക് പോയിന്റ് എന്താണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ആദ്യം സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ് എന്താണെന്ന് നോക്കാം. മെറ്റാഫേസ് അനാഫേസ് ട്രാൻസിഷനിലാണ് സാധാരണഗതിയിൽ സ്പിൻഡിൽ ഫൈബർ പ്രോപ്പർ ആയിട്ട് കൈനറ്റോകോറിൽ ബൈൻഡ് ചെയ്യുന്നു. പ്രോപ്പർ ബൈൻഡിങ് അല്ലെങ്കിൽ ആ ബൈൻഡിങ്ങിനെ ഡിസസംബിൾ ചെയ്തിട്ട് രണ്ടാമതും സെക്കൻഡ് ബൈൻഡിങ്ങിനുള്ള ചാൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റിനോട് ഉദ്ദേശിക്കുന്നത് ഒരു സെല്ലിന്റെ അകത്ത് 10 ക്രോമസോം ഉണ്ടെന്ന് കരുതും. അതിൽ 9 എണ്ണം കൈനറ്റോകോറിൽ പ്രോപ്പറായി ബൈൻഡ് ചെയ്തിട്ടുണ്ട്. 10ാമത്തെ ഒരാൾ ഇംപ്രോപ്പർ ആയിട്ടാണ് ബൈൻഡ് ചെയ്തത്. സോ സെൽ എന്ത് ചെയ്യണം? ആ 10ാമത്തെ ഇംപ്രോപ്പർ ബൈൻഡിങ്ങും കൂടെ പ്രോപ്പറായി ബൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ മൈറ്റോസിസിൽ നിന്ന് പതിയെ എക്സിറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ 10ന് പ്രോപ്പർ ബൈൻഡിങ് എന്ന് പറയുന്ന ടൈം കൊടുക്കണം. സോ അതുവരെ 10ാമത്തെ ക്രോമസോം പ്രോപ്പർ ബൈൻഡ് ആകുന്നത് വരെ സെൽ എങ്ങനെയാണ് മൈറ്റോട്ടിക് സൈക്ലിനെ ഡീഗ്രേഡ് ചെയ്യാതെ APC-CDC20 റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം APC-CDC20 ആണ് മൈറ്റോട്ടിക് സൈക്ലിനെ യുബിക്വിനൈസ് ചെയ്തിട്ട് മൈറ്റോട്ടിക് എക്സിറ്റിൽ ഡീഗ്രേഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇംപ്രോപ്പർ ആയി ബൈൻഡ് ചെയ്യാത്ത 10ാമത്തെ ക്രോമസോം ആണ് ഇതെന്ന് വിചാരിച്ചു. അതിൽ കൈനറ്റോകോറിന്റെ ഇന്നർ കൈനറ്റോകോർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഔട്ടർ കൈനറ്റോകോർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഔട്ടർ കൈനറ്റോകോറിലെ ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീൻ ആണ് KNL1. സോ ഇംപ്രോപ്പർ ബൈൻഡിങ് ആവുന്ന സമയത്ത് ഈ KNL1 ഫോസ്ഫോറിലേറ്റഡ് ആവും. അങ്ങനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന ഫോസ്ഫോറിലേറ്റിംഗ് കൈനേസ് ആണ് MPS കൈനേസ് ആണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്. സോ ഈ MPS കൈനേസ് ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തു. അങ്ങനെ ഫോസ്ഫോറിലേറ്റഡ് ആയ KNL1ലേക്ക് ബൈൻഡ് ചെയ്യുന്ന 3 പ്രോട്ടീനുകളാണ് ബൾബ് 1 കൈനേസ്, ബൾബ് 3 കൈനേസ്, MAD3. ഓക്കെ, സോ അവർ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ ആ കോംപ്ലക്സുകൾ പിന്നെ MAD1നെയും MAD2നെയും റിക്രൂട്ട് ചെയ്യും. സോ ഇവിടെ അവസാനം വന്ന MAD2, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കൈനറ്റോകോറിലെ KNL1നോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രോട്ടീനുകളാണ്. അവസാനം ഈ MAD2 എന്ത് ചെയ്യുന്ന വെച്ചാൽ സൈറ്റോപ്ലാസത്തിലുള്ള ഇനാക്റ്റീവ് ഫോമിലുള്ള MAD2 പ്രോട്ടീനെ ആക്റ്റീവ് ആക്കി മാറ്റിക്കളയും. ഇനാക്റ്റീവും ആക്റ്റീവിനെ റെപ്രസെന്റ് ചെയ്യാനാണ് IA എന്ന് കൊടുത്തത്. സോ അങ്ങനെ ആക്റ്റീവായ MAD2 പ്രോട്ടീൻ എന്താ ചെയ്യുക? അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് അഥവാ സൈക്ലോസോം APC ഇൻ CDC20 ഫോമിൽ ആക്റ്റീവ് ആണ്. അതിനെ എന്ത് ചെയ്യും? അതിന്റെ മേലെ പോയിട്ട് ഈ MAD2 എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്തിട്ട് ഈ APCനെ എന്ത് ചെയ്യും? ഇനാക്റ്റീവ് ആക്കി കളയും. ഇനാക്റ്റീവ് ആക്കിയാൽ മാത്രമേ ഈ 10ാമത്തെ കൈനറ്റോകോറിലേക്കുള്ള സ്പിൻഡിൽ ബൈൻഡിങ്ങിലുള്ള ടൈം കിട്ടുള്ളൂ. സോ അങ്ങനെയാ ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള ഇൻഹിബിഷൻ, ഈ MAD2 APCനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഇൻഹിബിഷൻ ഇൻകംപ്ലീറ്റ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളാണ് ബൾബ് 3, ബൾബ് 1, MAD3. അപ്പൊ ഇവരും കൂടി ചേരുമ്പോഴാണ് ആ ഇൻഹിബിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഈ എല്ലാ കോംപ്ലക്സുകളെയും കണക്റ്റീവായി വിളിക്കുന്ന പേരാണ് MCC എന്നാണ് വിളിക്കുക. അതിന്റെ എക്സ്പാൻഷൻ മൈറ്റോട്ടിക് ചെക്ക് പോയിന്റ് കോംപ്ലക്സ് എന്നാണ് വിളിക്കുക. ഇത്രയേ കാര്യമുള്ളൂ. ഇനി നമ്മൾ ഈ പറഞ്ഞ 10ാമത്തെ കൈനറ്റോകോറിലെ സ്പിൻഡിൽ ബൈൻഡിങ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ചെയ്യൂല? ഈ KNL1നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ ഈ MPS കൈനേസിന് അവൈലബിൾ ആവൂല. അങ്ങനെ അവൈലബിൾ ആവൂല. അപ്പൊ MPS കൈനേസിന് ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഓൾറെഡി ഫോസ്ഫോറിലേറ്റ് ചെയ്ത ഫോസ്ഫേറ്റുകളെ ആണെങ്കിൽ പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് വന്നാണ്ട് എന്ത് ചെയ്യും? അതിനെ ഡീഫോസ്ഫോറിലേറ്റും ചെയ്യും. അങ്ങനെ ഡീഫോസ്ഫോറിലേറ്റിംഗ് കൂടി ചെയ്യുമ്പോൾ പിന്നെ ഈ ബൾബ് 1, ബൾബ് 3 കൈനേസുകൾക്കൊന്നും ഇതിനെ ബൈൻഡ് ചെയ്യാനുള്ള
കഴിവുണ്ടാവില്ല, ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഫോസ്ഫോറിലേഷൻ നടന്നിട്ടില്ല, ഇവിടെ ബൈൻഡിങ് നടന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആക്റ്റീവ് ഫോമിലാകില്ല. APC-CDC20 എന്തായിരിക്കും? ആക്റ്റീവ് ഫോമിലായിരിക്കും. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ഫോമിലായിട്ടുള്ള APC-CDC20ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈറ്റോട്ടിക് സൈക്കിളിനെ യുബിക്വിറ്റിനൈസ് ചെയ്തിട്ട് ഡീഗ്രേഡ് ചെയ്യാനും മൈറ്റോട്ടിക് എക്സിറ്റിനെ ഫേവർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി P31 കൊമറ്റ് ഉണ്ട്. ആ P31 കൊമറ്റിന് എന്ത് കഴിവുണ്ട്? അതും എന്ത് ചെയ്യാണ്? മെറ്റാഫേസ് മൈറ്റോട്ടിക് എക്സിറ്റിന്, മെറ്റാഫേസ് അനാഫേസ് ട്രാൻസിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് P31 കൊമറ്റ് എന്ന് പറഞ്ഞാൽ. അതെന്ത് ചെയ്യും? ഇനാക്റ്റീവ് ഫോമിലുള്ള APC-CDC20നെ റിവേഴ്സിബിൾ ആയിട്ട് ആക്റ്റീവ് ഫോമിലാക്കാൻ സഹായിക്കുന്ന ഏജന്റാണ് P31 കൊമറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ പഠിക്കാനുള്ള സ്പിൻഡിൽ പൊസിഷൻ ചെക്ക് പോയിന്റ് എന്താണെന്നാണ്. സോ ഇവിടെ നമ്മൾ സ്പിൻഡിൽ പൊസിഷൻ ചെക്ക് പോയിന്റ് പറയുന്നത് ഈസ്റ്റിന്റെ കേസ് എടുത്തിട്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ സ്പിൻഡിൽ പൊസിഷൻ ചെക്ക് പോയിന്റ് എന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സൈറ്റോപ്ലാസ്മിക് ഡിവിഷന്റെ ഒരു റെഗുലേഷൻ ആയിട്ടാണ്. സോ ഈസ്റ്റിലൊക്കെ G1 ഫേസ് മുതലേ സൈറ്റോകൈനസിന്റെ പ്ലെയിന് തീരുമാനിക്കുന്നുണ്ട്. എവിടെയാണ് ഏത് പൊസിഷനിലാണ് സൈറ്റോകൈനസിസ് നടക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ സ്പിൻഡിൽ പൊസിഷൻ ചെക്ക് പോയിന്റ് പറയുന്നത് സ്പിൻഡിൽ ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്ലെയിനനുസരിച്ചാണ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ അതിനു വേണ്ടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഈസ്റ്റ് ഉണ്ട്. ഈസ്റ്റിന്റെ പാരന്റ് സെല്ലാണ് അത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബഡ് ഫോർമേഷൻ നടക്കും. അപ്പൊ ആദ്യം ഈ പാരന്റ് സെല്ലിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഈ പാരന്റ് സെല്ലിന്റെ അകത്ത് കാണുന്ന ഒരു പ്രോട്ടീനാണ് KIN4 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തു, KIN4 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, അതേപോലെ ഇതിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? ആ ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ആ റീജിയനിലാണ് ഞാൻ ബ്ലാക്ക് ഡോട്ടിൽ CDC14 എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോമിലുള്ള ഫോസ്ഫേറ്റേസിനെ മാർക്ക് ചെയ്തതാണ്. അതേപോലെ തന്നെ അതിന്റെ ഈ ന്യൂക്ലിയസിനോട് ചേർന്നിട്ട് രണ്ട് സൈഡിലും എന്തുണ്ട്? സെൻട്രോസോം ഉണ്ട്. ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് സ്പിൻഡിൽ പൊസിഷൻ ബോഡി എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സ്പിൻഡിൽ പോൾ ബോഡി, സ്പിൻഡിൽ പൊസിഷൻ ബോഡി എന്നാണ് വിളിക്കുക. SPB എന്ന് എഴുതിയത്. ആ സ്പിൻഡിൽ ആ സെൻട്രോസോം SPBയിൽ നിന്നാണ് സ്പിൻഡിൽ ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ സ്പിൻഡിൽ ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡയഗ്രത്തിന് വെർട്ടിക്കൽ ആയിട്ടാണ്, വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സ്പിൻഡിൽ പൊസിഷൻ ബോഡിന്റെ തൊട്ടടുത്താണ് ഒരു പ്രോട്ടീൻ ഉള്ളത്, ടെം പ്രോട്ടീൻ, TEM. ടെം പ്രോട്ടീൻ ആണ്. അത് GDP ഫോമിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഇനാക്റ്റീവ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഈ ടെം GDP ഫോമിലുള്ള പ്രോട്ടീനെ ഇനാക്റ്റീവ് ആക്കി വെക്കുന്ന പ്രോട്ടീനാണ് KIN4 എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ. ഇനി നമുക്ക് നേരെ ബഡിലേക്ക് വരാം. ബഡിലാണെങ്കിലോ ഒരേ ഒരു പ്രോട്ടീനേ ഉള്ളൂ, അതിന്റെ പേര് LTE എന്ന് പറയുന്ന പ്രോട്ടീൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, LTE. ഇനി അതിന്റെ റോൾ എന്താ വെച്ചാൽ മനസ്സിലാക്കാം. ഈ KIN4 എന്ന് പറയുന്ന പ്രോട്ടീൻ വല്ല വിധേനയും ഈ ബഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പ്രോട്ടീനാണ് ആര്? LTE എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ന്യൂക്ലിയർ ഡിവിഷൻ ഈ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പൊ ന്യൂക്ലിയർ ഡിവിഷൻ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ റെഗുലേറ്ററി മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പിൻഡിൽ പൊസിഷൻ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ വെച്ചാൽ ഇവിടെ സൈറ്റോകൈനസിസ് ഇവിടെ ന്യൂക്ലിയർ ഡിവിഷൻ M ഫേസ് മൈറ്റോട്ടിക് ഫേസ് നടക്കുന്ന സമയത്ത് സ്പിൻഡിൽ പോൾ ബോഡീസ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇത് താഴത്തെ പോളിലേക്കും പോരും, ഇത് മേലത്തെ പോളിലേക്കും പോരും. അങ്ങനെ ഇത് പോയിട്ട് മേലത്തെ പോളായി ബഡിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ മേലത്തെ പോളിലുള്ള സ്പിൻഡിൽ പൊസിഷൻ ബോഡി അല്ലെങ്കിൽ സ്പിൻഡിൽ പോൾ ബോഡീസ് എന്ത് ചെയ്യും? അതിന്റെ കൂടെയുള്ള ടെം GDP ബഡിൽ എത്തുമ്പോൾ KIN4ന്റെ ഇൻഹിബിഷനിൽ നിന്നും എസ്കേപ്പ് ആവും. അങ്ങനെ എസ്കേപ്പ് ആവുന്ന സമയത്ത് ഈ ടെം GDP ആക്റ്റീവ് ആയിട്ട് എന്തായി മാറും? ടെം GTP എന്ന് പറയുന്ന പ്രോട്ടീനായി മാറും. അപ്പൊ അത് ആക്റ്റീവ് ആവും. സോ അങ്ങനെയുള്ള ടെം GTP എന്ത് വെച്ചാൽ ബഡിന്റെ അകത്ത് പ്രോട്ടീൻ കൈനേസിന്റെ സിഗ്നലിംഗ് കാസ്കേഡ് ഓൺ ആക്കും. അങ്ങനെ ഓൺ ആയിട്ടുള്ള പ്രോട്ടീൻ കൈനേസ് സിഗ്നലിംഗ് കാസ്കേഡിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ആയ ഒരു കൈനേസ് പോയിട്ട് ഈ ന്യൂക്ലിയോലസിന്റെ അകത്തുള്ള CDC14 എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോമിലുള്ള ഫോസ്ഫേറ്റേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് ആക്കും. അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള CDC14 എന്ന് പറയുന്ന ഫോസ്ഫേറ്റേസ് ന്യൂക്ലിയോലസിൽ നിന്നും മൂവ് ചെയ്തിട്ട് ബഡിന്റെ അകത്തും പാരന്റ് സെല്ലിന്റെ അകത്തൊക്കെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആക്റ്റീവ് ആയ CDC14 ഫോസ്ഫേറ്റേസ് മൈറ്റോട്ടിക് സൈക്ലിൻ CDKകളെ ഫോസ്ഫോറിലേറ്റ് ചെയ്തുകൊണ്ട് ഇനാക്റ്റീവ് ആക്കി കളയും.
സോ അങ്ങനെ ഇനാക്റ്റീവ് ആക്കി കളയുമ്പോൾ എന്താ സംഭവിക്കുക? മൈറ്റോട്ടിക് സൈക്കിളിന് കംപ്ലീറ്റ് ഇനാക്റ്റീവ് ആയി പിന്നീട് ഡീഗ്രഡേഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? മൈറ്റോട്ടിക് എക്സിറ്റ് നടക്കും. അതേപോലെ തന്നെ എന്താ അവിടെ സ്പിൻഡിൽ ഫൈബർ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സ്പിൻഡിൽ ബോഡി പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് രണ്ട് സെൽസിലും ഈക്വൽ ക്രോമസോമിന്റെ നമ്പറും അവൈലബിൾ ആവും. സോ അങ്ങനെ ഉണ്ടാവുന്ന പാരന്റ് സെല്ലും ഡോട്ടർ സെല്ലിനും ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും, ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടാവില്ല. ഇനി അതല്ല, ഈ സ്പിൻഡിൽ പോൾ ബോഡീസ് ഉണ്ടാക്കുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഈ പാരന്റ് ബഡ് സെല്ലിന് പാരലൽ ആയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇങ്ങനെയാണെങ്കിലോ, ഇവിടെ സ്പിൻഡിൽ പോൾ ബോഡീസ് മൂവ് എങ്ങനെ സ്പിൻഡിൽ പോൾ ബോഡീസ് മൂവ് ചെയ്താലും അത് ബഡ് സെല്ല് പാരന്റ് സെല്ലിൽ തന്നെ അവൈലബിൾ ആവുള്ളൂ, അത് ബഡ് സെല്ലിലേക്ക് പോകില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും MGDP എന്ന് പറയുന്ന പ്രോട്ടീനുകൾ കിൻഫോറിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് ആക്റ്റീവ് ആവില്ല. അതുകൊണ്ട് ക്രോമസോം ഈക്വൽ ആയിട്ട് പാരന്റ് സെല്ലിലേക്കും ഡോട്ടർ സെല്ലിലേക്കും പോകാത്തത് കൊണ്ട് ഇവിടെ സൈറ്റോകൈനസിസ് ഇൻഹിബിറ്റഡ് ആവും. ഇനി എന്തെങ്കിലും ഇതിൽ സൈറ്റോകൈനസിസ് നടന്നിട്ടുണ്ടെങ്കിൽ അണീക്കൽ ക്രോമസോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുമ്പോൾ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും പ്രോപ്പർ ആയി നടക്കാനും ക്രോമസോമും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടത്താനും ഒക്കെ ഉള്ള ഒരു ചെക്ക് പോയിന്റ് ആണ് സ്പിൻഡിൽ പൊസിഷൻ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഈസ്റ്റിന്റെ കേസ് എടുത്തിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മൈറ്റോട്ടിക് ഫേസിൽ പറയാനുള്ളത്. Okay.